നമസ്കാരം. നമ്മളെ ക്ലാസ്സിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു പോയിട്ടുണ്ട്. ചിലതരം വിഷയങ്ങൾ തിരക്കുകളുള്ള കാരണമാണ് ഗ്യാപ്പ് ഉണ്ടായി പോയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ച വിഷയം ലോകത്തില് സൃഷ്ടിപ്പ് തുടങ്ങിയത് മുതൽ അതിന്റെ അവസാനം വരെ ഉണ്ടാവുന്ന പൊതുവായ കാര്യങ്ങളാണ്. ഇനി പറയാനുള്ളത് ലോകത്ത് മനുഷ്യന്റെ വേരുകളെ കുറിച്ചാണ്. ഒരു മനുഷ്യന് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, അതിനാവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഗർഭാശയത്തിലേക്ക് ഒരു പുരുഷബീജം പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശുക്ലവുമായിട്ട് അണ്ഡം സംയോജിക്കുന്ന സമയത്ത് അത് രണ്ടിനെയും ഒരുമിപ്പിച്ച് നിർത്താൻ ഒരു ശക്തി ആവശ്യമാണ്. ആ ശക്തി പ്രദാനം ചെയ്യുന്നത് ഒരു ആത്മാവാണ്. ആ ആത്മാവിന് പറയുന്ന പേരാണ് ധാതു ആത്മാവ്. അഥവാ ഈ ലോകത്തുള്ള കല്ല്, പാറ തുടങ്ങിയ ഖരപദാർത്ഥങ്ങളിലെല്ലാം തന്നെ ഈ ആത്മാവുണ്ട്. തന്മാത്രകളെ അല്ലെങ്കിൽ ആറ്റംസിനെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്താൻ ആവശ്യമായ ആ ഊർജം, ആ ശക്തിയെയാണ് ഈ ധാതാത്മാവായിട്ട് വിളിക്കപ്പെടുന്നത്. അതൊരു ആത്മാവാണ്. ആത്മീയരുടെ ഭാഷയിൽ ആത്മാവാണത്. അതിനെ പലരും പല പേരിൽ വിളിക്കുമെന്ന് മാത്രം. ഈ ആത്മാവ് ഗർഭാശയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രക്തം കട്ട പിടിപ്പിക്കാനായി സഹായിക്കുന്നുണ്ട്. പിന്നീട് ആ രക്തക്കട്ടയെ വളരാൻ സഹായിക്കുന്ന മറ്റൊരു ആത്മാവിനെ അതിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. കാരണം ഈ ധാതു ആത്മാവിന് വളർത്താനുള്ള കഴിവില്ല. വളർത്താൻ കഴിവുള്ള ഒരു ആത്മാവിനെയും കൂടി അതിലേക്ക് പറഞ്ഞേക്കാനുണ്ട്. ആ ആത്മാവിന്റെ പേരാണ് സസ്യാത്മാവ്. സസ്യത്തിൽ അതുള്ള കാരണം കൊണ്ടാണ് സസ്യം വളരുന്നത്. വൃക്ഷങ്ങളിലും സസ്യങ്ങളിലും ഉള്ള ഈ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഈ രക്തക്കട്ട വളരാൻ തുടങ്ങും. പിന്നീട് 4 മാസം പൂർത്തിയാവുന്ന സമയത്ത് അതിലേക്ക് മൂന്നാമതൊരു ആത്മാവിനെ പറഞ്ഞയക്കും. അതിന്റെ പേര് മൃഗാത്മാവ് അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന് വിളിക്കുക. ഇങ്ങനെ ഈ ജീവാത്മാവ് അല്ലെങ്കിൽ മൃഗാത്മാവ് വന്നു പതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണം ഗർഭാശയത്തിൽ ചലിച്ചു തുടങ്ങും. ഈ 3 ആത്മാക്കൾക്കും കൂടിയാണ് ഭൗമാത്മാക്കൾ എന്ന് പറയപ്പെടുന്നത്. അഥവാ ഭൗമാത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഉള്ള ആത്മാക്കൾ. ആ 3 ആത്മാക്കൾ ഈ 3 ആത്മാക്കളാണ്: ധാതു ആത്മാവ്, സസ്യാത്മാവ്, അതേപോലെ തന്നെ മൃഗാത്മാവ്. ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന മറ്റ് ആത്മാക്കള് ഗർഭകാലഘട്ടത്തിൽ വന്നു ചേരുന്നില്ല. കുട്ടി ജനിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അതിലേക്ക് മറ്റാത്മാക്കൾ വന്നു ചേരുന്നത്. കുട്ടി ജനിച്ച ഉടൻ തന്നെ ഒരു മാലാക കുട്ടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കുട്ടിയിലേക്ക് 6 ആത്മാക്കളെ സന്നിവേശിപ്പിക്കും അവന്റെ നെഞ്ചിലേക്ക്. അപ്പൊ അതിൽ ഉള്ള ഒരാത്മാവ്, ആ ആത്മാവിന്റെ പേര് മനുഷ്യാത്മാവ് എന്നാണ്. ശരിക്കും ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവാണ്. ആ ആത്മാവിനെ സഹായിക്കാനായിട്ട് മറ്റ് 5 ആത്മാക്കളും കൂടി ഒപ്പമുണ്ട്. ഇവരെല്ലാരെയും കൂടി പറയുന്ന പേരാണ് ഉപരിലോകാത്മാക്കൾ. ഇതേ സമയം തന്നെ ഈ ലോകം അഥവാ ഈ ദൃശ്യപ്രപഞ്ചത്തിലുള്ള ഒരാത്മാവ് അഥവാ സാത്താനിയായ അഥവാ ശൈത്താനിയായ അല്ലെങ്കിൽ ഭൂതവർഗത്തിൽപ്പെട്ട ഒരു ആത്മാവിനെയും കൂടി അവനിലേക്ക് പ്രവേശിക്കപ്പെടുന്നുണ്ട്. ആ ആത്മാവാണ് നഫ്സ് എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്ന ഭൂതാത്മാവ്. അത് പ്രവേശിക്കുന്നത് പുക്കിളിലേക്കാണ്. ജനിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം ഈ മനുഷ്യൻ 10 ആത്മാക്കൾ പേർന്നവനായി. 3 ഭൗമാത്മാക്കള്, അതേപോലെ തന്നെ 6 ഒരു ലോകാത്മാക്കള്, 1 ഭൂതാത്മാവും. ഇതിനെല്ലാം കൂടിയാണ് മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അഥവാ ഈ തടിയുടെ ഉള്ളില് ഈ 10 ആത്മാക്കള് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ 6 ആത്മാക്കള്, ഒരു ലോകാത്മാക്കള്, മനുഷ്യനിൽ നിദ്രാവസ്ഥയിലാണ്. അതിന്റെ ബാഹ്യമായ ചിലതരം ലക്ഷണങ്ങൾ മാത്രമേ കാണപ്പെടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും മറക്കപ്പെട്ടതാണ്. കാരണം അത് ഉറങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണ്. എന്നാൽ പുക്കിൽക്കൊടിയിലുള്ള ആത്മാവിന്റെ സ്വദേശം ഈ ലോകം തന്നെ ആയതിന്റെ പേരിൽ അതിന് വേണ്ട ഭക്ഷണം അഥവാ നെഗറ്റീവ് എനർജി സ്വദേശം അവൈലബിൾ ആയതിന്റെ പേരിൽ അത് ബോധവാനാണ്. അതാണ് ഈ തടിയെ മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരാണ് ഭൂതാത്മാവ്. മറ്റ് 3 ആത്മാക്കള് അഥവാ ഈ തടി നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയ 3 ആത്മാക്കള് അത് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനില് ധാതുവാത്മാവ് ശക്തമാവുന്നതിന്റെ പേരിലാണ് അവൻ പർവ്വതങ്ങളിൽ താമസിക്കാൻ കഷ്ടപ്പെടുന്നത്. മരങ്ങളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കാൻ കാരണം അവനുള്ള സസ്യാത്മാവാണ്. മൃഗാത്മാവിന്റെ സ്വാധീനം അധികമായാൽ അവൻ മൃഗങ്ങളെ സ്നേഹിക്കും, മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. മനുഷ്യനിൽ കയറ്റപ്പെടുന്ന ഈ ഒരു ധാതു ആത്മാവ് ശക്തിപ്പെട്ടവരുണ്ട്. ചിലരിൽ സസ്യാത്മാവാവും ശക്തിപ്പെടുന്നത്, ചിലരില് മൃഗാത്മാവായിരിക്കും. അതിനനുസരിച്ച് അവന്റെ സ്വഭാവങ്ങളിലും മാറ്റം കാണും. ഭൂതാത്മാവ് അഥവാ പൊക്കൽക്കൊടിയിലേക്ക് പ്രവേശിക്കുന്ന സാത്താനീയ അണു അത് കാണപ്പെടുന്നത് ഒരു നായയുടെ രൂപത്തിലാണ്. മനുഷ്യനിൽ ഇതിന്റെ സ്വാധീനം അധികമായാൽ അവനില് നായയെ പോലുള്ള സ്വഭാവങ്ങൾ കാണപ്പെടും. അതേപോലെ നായകളോടും അധിക സ്നേഹം കാണപ്പെടും. എന്നാൽ ഹൃദയം ഉണരുന്നതോടുകൂടി ഈ മനുഷ്യൻ മാലാകമാരെ പോലെ ആയിത്തീരും. ഒരാളെ മരണശേഷം ഈ ഉപരിലോകാത്മാക്കള് അത് വന്നത് ഉപരിലോകത്തു നിന്നാണ്, അത് തിരിച്ചു പോകുന്ന ആ ലോകത്തേക്ക് തന്നെ ആയിരിക്കും. അതിൽപ്പെട്ട മനുഷ്യാത്മാവിനെ ആ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകപ്പെടും.
എന്നാൽ ഭൗമാത്മാക്കളായ ആത്മാക്കളെ ഈ ലോകത്ത് തന്നെ തുടരാൻ അനുവദിക്കൂ. അഥവാ ഭൂതാത്മാവ് ഈ ലോകത്ത് തന്നെ തുടരും. അതേപോലെ ഭൗമാത്മാക്കളായ 3 ആത്മാക്കള്, ലോഹാത്മാവ്, അതേപോലെ സസ്യാത്മാവ്, മൃഗാത്മാവ്, ഇവരും ഈ ലോകത്തിൽ നിന്ന് തുടരും. ഇവയെ ദൈവം മറ്റൊരു ശരീരത്തിലേക്ക് പുനർപ്രവേശിപ്പിക്കും. കാരണം ഇവ മുമ്പുണ്ടായിരുന്ന ശരീരത്തിൽ നിന്ന് മുക്തരായി. അതേ ആത്മാക്കളെ ദൈവം വീണ്ടും ഉപയോഗിക്കും മറ്റൊരു തടി പടക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഹിന്ദുക്കളായ ആചാര്യന്മാർ പറയുന്നത് മനുഷ്യന് പുനർജന്മം ഉണ്ട് എന്നുള്ളത്. പുനർജനിക്കുന്നത് ഈ ആത്മാക്കളാണ്, ഈ 3 ആത്മാക്കൾ. അതൊരുമിച്ച് മറ്റൊന്നിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, 3-ൽ നിന്ന് 4-ലേക്ക്, ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പുനർജന്മം. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതേപോലെ തന്നെ ഉപരിലോകാത്മാക്കള് അത് പുനർജനിക്കപ്പെടുന്നില്ല. ഒരു വട്ടം ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് മരണശേഷം തിരിച്ചു പോകപ്പെട്ട് കഴിഞ്ഞാല് രണ്ടാമത് ശരീരത്തിലേക്ക് അത് കയറുന്നതേ അല്ല. അതുകൊണ്ട് അതിന് പുനർജന്മല്ല. ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ ശരിയാണ്, അതിൽ ഹിന്ദുക്കൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷെ ഈ 2 അഭിപ്രായങ്ങളും കൂടി സമന്വയിപ്പിച്ച് വ്യക്തമായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ല. അതിന്റെ ശരിയായ രീതി ഇങ്ങനെയാണ്. മനുഷ്യനുള്ളിൽ ഒരാത്മാവല്ല ഉള്ളത്, 10 ആത്മാക്കളുണ്ട്. അതിനെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. മനുഷ്യാത്മാവ് ആ ലോകത്തിലേക്ക് പോകുന്നുണ്ട്, രണ്ടാമത് ജനിക്കുന്നില്ല. എന്നാൽ ഭൗമാത്മാക്കൾ പുനർജനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂതാത്മാവ് ഈ ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് പ്രേതമായി നമ്മൾ ചിത്രീകരിക്കുന്ന ആത്മാവ്. ഉപരിലോകാത്മാക്കളിൽപ്പെട്ട മനുഷ്യാത്മാവ് ആ ലോകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും മറ്റ് 5 ആത്മാക്കള്, ഈ മനുഷ്യാത്മാവിനെ സഹായിക്കാനായി വന്ന 5 ആത്മാക്കൾ, ആ 5 ആത്മാക്കളെ വിഷയം എല്ലാവരിലും ഒരേപോലെ അല്ല. കാരണം ഈ ലോകത്തേക്ക് വന്നുകൊണ്ട് ആത്മീയത സ്വീകരിച്ചുകൊണ്ട് ഈ 5 ആത്മാക്കളെ ഉണർത്തേണ്ടതുണ്ട്. ഉണർത്തുന്നതായി കഴിഞ്ഞാൽ അതും അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നിത്യജീവൻ അതിനും വന്നു. പക്ഷെ ഉണർത്തിയില്ല എങ്കിൽ അത് പാഴായി പോകുന്നതാണ്. അവന്റെ 40 വയസ്സ് പൂർത്തിയാവുമ്പോഴത്തേക്കും ഇതെല്ലാം പാഴായി പോകുന്നതാണ്. അതിനുള്ളിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഗുരുവിൽ എത്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവിനെ അതിനെ ജീവിപ്പിക്കാനും ബോധാവസ്ഥയിൽ കൊണ്ടുവരാനും സാധിക്കുമെങ്കിൽ അവൻ വിജയിക്കുന്നവനാവും. ഈ ആത്മാക്കളെയും കൂടി പേർന്നവനായിരിക്കും. അല്ല എങ്കിൽ ഈ ആത്മാക്കളല്ല അവന്റെ ശവകുടീരത്തിൽ പാഴായി പോകുന്നതാണ്. ഇവർക്കൊന്നും പുനർജന്മല്ല. പുനർജന്മമുള്ളതാർക്കാണ്? ഭൗമാത്മാക്കൾക്ക് മാത്രമാണ്. ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടുകൊണ്ട് കാര്യം ഗ്രഹിക്കണം. ഈ വിഷയം വ്യക്തമല്ലാത്ത കാരണം കൊണ്ടും വിശദീകരിക്കാൻ ആളില്ലാത്തതിന്റെ പേരിലുമാണ് ഇതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റു മതസ്ഥരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിധിന്യാ ദിവസത്തില് ദൈവത്താല് കർമ്മങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യലുണ്ടാവുന്നുണ്ട്. അത് ഈ ഉപരിലോകാത്മാക്കളോടാണ്, അഥവാ അതിലുള്ള മനുഷ്യന്റെ റൂഹിനോട്, മനുഷ്യന്റെ ആത്മാവിനോടാണ്. അതേസമയം ഭൂമിയിൽ വെച്ചുകൊണ്ട് ഈ ഭൂതാത്മാവിനോടും ചോദ്യം ചെയ്യലുണ്ട്. കാരണം അത് ആ തടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച തെറ്റായ കാര്യങ്ങളെ കുറിച്ച് അതിനോടും ചോദ്യം ചെയ്യലുണ്ട്. മനുഷ്യന്റെ മരണശേഷം സാധാരണക്കാരായ ആളുകൾ, ദുഷ്ടജനങ്ങളായ ആളുകൾ, ഇവരെ നഫ്സ് അല്ലെങ്കിൽ ഇവരെ ഭൂതാത്മാവ് ഈ തടിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് മനുഷ്യന്മാർ ഉപദ്രവിക്കാറുണ്ട്, പ്രേതങ്ങളായി വരാറുണ്ട്, അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത്തരം ആത്മാക്കള് അവരെ ദുഷ്ടാത്മാക്കൾ എന്ന് വിളിക്കും. കാരണം മറ്റുള്ളവരുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് ഉപദ്രവം ചെയ്യുന്നതിന്റെ പേരിൽ. ഈ ഭൂതാത്മാവ് കാരണമായിട്ടാണ് മനുഷ്യൻ അശുദ്ധനായി തീരുന്നത്. അല്ല എങ്കിൽ മനുഷ്യൻ അശുദ്ധനാക്കപ്പെടുന്നതല്ല. ഈ ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വേദപുസ്തകങ്ങളും ഇറക്കപ്പെട്ടത്. പ്രവാചകന്മാരെയും ഋഷിമാരെയും സന്യാസിമാരെയും ഗുരുവര്യന്മാരെയും ഒക്കെ ദൈവം പറഞ്ഞയച്ചത് ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് കഠിനമായ ആത്മീയ സാധനകൾ, ആരാധനകൾ, പ്രധാനുഷ്ഠാനങ്ങൾ ഒക്കെ മതങ്ങൾ ഏർപ്പാടാക്കിയത്. അങ്ങനെ മെരിക്കപ്പെട്ട ഭൂതാത്മാവിനെ പേറുന്നവർക്ക് ഉള്ളതാണ് സ്വർഗീയ ലോകങ്ങൾ. ഈ രീതിയിൽ അവന്റെ ഭൂതാത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ സുഹൃത്തുക്കളായി മാറിയവരാണ് യഥാർത്ഥ ഋഷിമാര്, സന്യാസിമാര്, ഗുരുക്കന്മാര്, ഔലിയാക്കള്, പ്രവാചകന്മാരൊക്കെ. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.